ഹലോ കൂട്ടുകാരെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് സുഖമൊക്കെ തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളുടെ മുഖത്തിട്ട് നോക്കുമ്പോൾ അറിയാം ഞങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക്. അതേ മാക്കാച്ചേരിൻ്റെ സൗണ്ട് കേട്ടോ. ഇന്നലെ ഇവിടെ നല്ല ഇടിവെട്ടി മഴയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോകണേ. പള്ളി വന്നപ്പോൾ കുർബാനയൊക്കെ തുടങ്ങി. ഞങ്ങൾ ഒരു കണക്കിന് ഓടി കയറിയത്. തിരിച്ച് വന്നിട്ട് അനു ലാബിൽ കയറി അവർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമെന്ന്. പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴി കാറ്റത്ത് മടുത്ത് വീണ മാങ്ങയും കാരക്കൊക്കെ വഴിനീളെ പിറക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏറ്റവും ഭയങ്കര സന്തോഷത്തിലാണ്. ഞങ്ങൾ പൊതിച്ചോറ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് വേണമെന്ന് കറിയൊക്കെ വെക്കാനായിട്ട് അങ്ങനെ വേഗം വന്ന് ഞങ്ങൾ കറിയൊക്കെ എല്ലാവരും കൂടി ഞങ്ങൾ സഹകരിച്ച് കറിയൊക്കെ വെച്ച് അങ്ങനെ ചോറൊക്കെ പൊതിഞ്ഞ് ഞങ്ങൾ പോകണുണ്ട്. അപ്പോൾ ഇതെവിടെ കൊടുക്കണമെന്നൊരു പിടിയില്ല. ഞങ്ങൾ റോഡ് മുഴുവൻ നോക്കിയിട്ട് ഒരാളെപ്പോലും കണ്ടില്ല ഇത് കൊടുക്കാനായിട്ട്. ഞങ്ങൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും വന്ന് വാങ്ങിച്ചിട്ടാ. നമുക്കിങ്ങനെ കൊടുക്കുമ്പോൾ മനസ്സിൽ നല്ലൊരു സന്തോഷമാണ്. നമ്മുടെ കൈ കിട്ടുന്ന ചെറിയ പൈസകൾ കൂട്ടിവെച്ചാണ് ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഭക്ഷണം ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്നോട് ഞങ്ങളുടെ കടയിലൊക്കെ കയറി ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, വെറുതെ ഷോയ്ക്ക് കയറി എല്ലായിടത്തും കയറി കണ്ടിട്ടൊക്കെ പോന്ന് തിരിച്ച് വന്നവഴി ഞങ്ങൾ ഷെയ്ക്ക് കുടിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ ഷാർജ ഷെയ്ക്കൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൗനമായി. ഹയ്യാമ്മ പോണേണ്. അപ്പോൾ ഹയ്യാമ്മയുടെ അമ്മ വരുമെന്നിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ഉറങ്ങി പിന്നെ ഒരു അനക്കം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളുടെ ഹയ്യയുടെ അമ്മ വരാൻ വേണ്ടി നോക്കി നിൽക്കണം. അപ്പോൾ അവക്കടെ അമ്മ വന്നേട്ടാ. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റ, ബൈ ബൈ.